ഹായ്, ഞാനുണ്ടല്ലോ നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു തരാവേ. ഇതുണ്ടല്ലോ യൂട്യൂബിൻ്റെ അകത്ത് ആരും പറഞ്ഞിട്ടുമില്ല, ഒരു ജ്യോത്സ്യന്മാർ പോലും പറഞ്ഞു തരാത്തൊരു കാര്യമാകട്ടോ ഇത്. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണം. ഇനിയും വരുന്ന 1-ാം തീയതി ഇല്ലേ, അതിപ്പോൾ ഇന്നലെ ആയിരുന്നു മലയാള മാസം 1. അപ്പോൾ ആ ഒന്നങ്ങ് പോയി. അപ്പോൾ അത് ആരും കണക്ക് കൂട്ടണ്ട. ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ഈ മലയാള മാസം 1-ാം തീയതിയാണ് നോക്കുന്നത്. ആ സമയത്ത് ക്രിസ്ത്യൻസും മറ്റുള്ളവരും ഒക്കെ ഇംഗ്ലീഷ് മാസമാണ് നോക്കുന്നത്. മുസ്ലിംസിന് അവരുടേതായ ഈ 1-ാം തീയതി ഉണ്ട്. അത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഏത് 1-ാം തീയതിയാണോ വിശ്വസിക്കുന്നത്, മലയാളമോ ഇംഗ്ലീഷോ മറ്റുള്ളത് ഏതോ ആയിക്കോട്ടെ വിശ്വസിക്കുന്നത്, ആ 1-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് പറയട്ടെ. നമ്മുടെ കയ്യിൽ നിന്നുണ്ടല്ലോ ഈ 1-ാം തീയതി 10 മണി വരെ 1 രൂപ ആർക്കും അങ്ങോട്ട് കൊടുക്കരുത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു രൂപയെങ്കിലും ഇങ്ങോട്ട് മേടിച്ചോണം. അപ്പോൾ 1 രൂപയായിട്ട് നമുക്ക് എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു 50-ഓ 100-ഓ ഇങ്ങ് മേടിച്ചോണം. എന്നിട്ട് വേണേൽ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചും കൊടുത്തു, ഒരു കുഴപ്പമില്ല. അപ്പം പറയുന്നത് നമ്മുടെ ഈ ചില്ലറയില്ല, അല്ലെങ്കിൽ അക്കൗണ്ടിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞ് മേടിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഇതൊരു ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ. ഈ 1-ാം തീയതി നമ്മൾ അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്നും പോകാം. ഇപ്പം നിങ്ങൾ ചോദിക്കും, 1-ാം തീയതി നമുക്ക് ജോലിയുള്ളവർക്ക് സാലറി കിട്ടുന്നില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യത്തില്ല. അതൊന്നും കണക്ക് കൂട്ടണമെന്നേ. ഈ കാശിങ്ങി മേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാം, നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ, എന്ന് വെച്ചാൽ അത്രമേ അത്യാവശ്യം ഒരു കടവുള്ളവരോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത്യാവശ്യമുള്ളവർക്ക് ഈ കാശ് നമ്മളങ്ങ് അവർക്ക് കൊടുക്കുക. കൊടുത്തിട്ട് പറയണം, നീ നിൻ്റെ കാര്യം എന്താണോ നടക്കാനുള്ളത് അതങ്ങ് ആലോചിച്ച് ഈ പൈസ നീ കൈ വെച്ചോ. അടുത്ത മാസം 1-ാം തീയതി ഞാൻ പറയുന്നത് പോലെ നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കുക. എന്നിട്ട് അവരോട് നമ്മൾ ആ കാശ് തിരിച്ച് മേടിക്കാനും നിൽക്കരുത്, ഒന്നും കഴിയരുത്. ഈ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആരോടാണോ വായ്പ മേടിച്ച് ഈ കാശ് അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ. നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നടന്നിരിക്കും. ഈ 1-ാം തീയതിക്ക് കൈനീട്ടെന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര ശക്തിയുള്ളൊരു കാര്യം. ഇതിനെക്കുറിച്ചുണ്ടല്ലോ വളരെ വിശുദ്ധമായിട്ട് പറയാനായിട്ടുണ്ട്. അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ നിങ്ങൾ ചെയ്യണം. എന്നിട്ടേ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.